ചേച്ചി മോളെ പുറത്തു പോ. ഞാൻ പറയുന്നത് അനുസരിക്കുന്ന നോക്ക് നല്ലത്. വയ്യ മമ്മി, നിന്റെ ഭാവി നീ ഓർക്കുന്നുണ്ടോ? മമ്മി പ്ലീസ്. മോളെ, നീ ചെറുപ്പമാ. അറിയാതെ പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യാം. അത് ദൈവം പോലും പൊറുക്കും. നാട്ടുകാരിതറിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും മോളെ? നാളെ രാവിലെ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകും. ഒരു കുഴപ്പം ഉണ്ടാവില്ല. മോളതിൽ ഒട്ടും ദുഃഖിക്കണ്ട. ഞാൻ ഒരിടത്തും വരില്ല. മരിച്ചാലും മമ്മി പറയുന്ന അനുസരിക്കില്ല. ഇല്ല, ഞാൻ നീ പറഞ്ഞ അനുസരിക്കില്ലേ? ഇത്രയും വലിയ ക്രൂരനാണ് നീയെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മറ്റാരായിരുന്നാലും ഞാൻ സഹിച്ചത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കൊരു തെറ്റുപറ്റി. മനഃപൂർവ്വമായിരുന്നില്ല. ഇനിയിപ്പോ മാപ്പ് ചോദിക്കുന്നതിലും അർത്ഥം. രമണിയുടെ പ്രായം ചന്ദ്രൻ അറിയാമല്ലോ. അവൾക്കത് മനസ്സിലാവുന്നില്ല. വൃത്തികെട്ട നിന്നെ ഇപ്പോഴും അവൾ സ്നേഹിക്കും. രമണിയുടെ അച്ഛൻ ഇവിടെ വരാത്തെന്താണെന്ന് ചന്ദ്രൻ അറിയാമല്ലോ. നിന്നെ അത്രയ്ക്ക് വിശ്വസിച്ച കുറ്റബോധം കൊണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ തെറ്റിന് പരിഹാരമാവില്ല. അവൾ നിന്നെ മാത്രമേ വിവാഹം ചെയ്യൂന്ന് പറയും. എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ചാൽ ആ നിമിഷം മരിക്കുമെന്ന്. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. വേണ്ട, നീ ഇനി അവളോടൊന്നും സംസാരിക്കട്ടെ. ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി. നീ അവളെ കാണരുത്. കുറച്ചുകാലം നിന്നെ കാണാതിരുന്നാൽ രമണിയുടെ മനസ്സ് മാറിയേക്കും. ശരി, ഞാൻ മാറി നിൽക്കാം.
രമണി, മമ്മി പറയുന്നത് അനുസരിക്കൂ. അത് മാത്രമേ ഉള്ളൂ രക്ഷ. ഞാനിവിടെ കഴിയാം, മരിക്കുന്നത് വരെ. രമണി, വീട്ടിലേക്ക് പോകൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇല്ല, ഞാൻ പോയില്ല. ആര് പറഞ്ഞാലും അനുസരിക്കില്ല. ചേട്ടനെങ്കിൽ എന്നോട് ദയ കാണിക്കും. രമണി, ഇത്തരം കാര്യങ്ങൾ സാധാരണമാണ്. എനിക്കും നിനക്കും. ശരി, ഞാൻ പോകാം. പക്ഷെ നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ചേട്ടനും മമ്മിക്കും കഴിയില്ല. എന്താ? എത്ര പറഞ്ഞിട്ടും അവൾ അനുസരിക്കുന്നില്ല. നിങ്ങൾക്കൊന്ന് അവളോട് പറഞ്ഞൂടെ? എത്ര നേരമായി തുടങ്ങിയിട്ട്, ഇനിയെങ്കിലും നിർത്തിക്കൂടെ? മോളിന്ന് എന്തെങ്കിലും കഴിച്ചോ? ഇന്നലെയോ പോയി എന്തെങ്കിലും കഴിക്കൂ. വരൂ മോളെ, വരൂന്ന്. ദാറ്റ്സ് മൈ ഗേൾ. മോള് കുഞ്ഞായിരുന്നപ്പോ ഡാഡി ഉരുള ഉരുട്ടി തരുമായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? മോക്ക് ചന്ദ്രനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? കഴിച്ചു തുടങ്ങി, എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി. നിങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയത് അച്ഛന്റെ തെറ്റാണ്. പക്ഷേ അതിന് ഇത്ര വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല. ചന്ദ്രനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ മോളാണോ ഇപ്പൊ ഈ ചെറിയ കാര്യത്തിന് കരയുന്നത്? കുട്ടികളെ പോലെ ആവാതിരുന്ന് ഊണ് കഴിക്കുമോളെ. അല്പം മുൻപ് ഞാൻ ചന്ദ്രനെ കണ്ടു. വരുന്ന ആഴ്ചയിൽ നിങ്ങളുടെ വിവാഹം നടക്കും. വളരെ കുറച്ചാളുകളെ മാത്രമേ വിവാഹത്തിന് ക്ഷണിക്കുന്നുള്ളൂ. എന്റെ മോക്കത് ഇഷ്ടമാകുമോ? മമ്മി വിവാഹത്തെ നന്നായി എതിർത്തതാണ്. എന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഡാഡി സമ്മതിച്ചത്. വിവാഹം നടക്കുമ്പോൾ എനിക്ക് 16 ചന്ദ്രയ്ക്ക് 35 പ്രായം. എന്റെ ഹീറോ ആയിരുന്നു ചന്ദ്രയ്ക്ക്. ഞാൻ വായിച്ചിട്ടുള്ള പല കഥകളിലെയും പെൺകുട്ടികളെ പോലെ എന്റെ ഗർഭത്തെ ഞാൻ അതിരത്ത് സ്നേഹിച്ചു. എനിക്കൊരു കുട്ടി പിറക്കുന്നത്, അവനെ താലിടിക്കുന്നത് എല്ലാം ഞാൻ സ്വപ്നം കണ്ടു. രമണി, ആദ്യ ഗർഭം അലസിപ്പോവുക എന്നത് പലർക്കും സാധാരണമാണ്. ശരീരം സൂക്ഷിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. അതിന് രമണി ഇവിടെ ജോലിയൊന്നും ചെയ്യാറില്ലല്ലോ ഡോക്ടർ. ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആദ്യം മുതൽക്കേ ഞാൻ ചെക്കപ്പ് ചെയ്യാം. ഇറങ്ങട്ടെ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആദ്യത്തേത് അബോർട്ടായി പോയാൽ കല്യാണം കഴിഞ്ഞ് ആർക്കും ദുഃഖം തോന്നും. പക്ഷെ ഇത്ര ചെറുപ്പത്തിലെ നീ ഇങ്ങനെ വയറുകൊണ്ട് നടക്കുന്നത് കാണാൻ എനിക്കിഷ്ടം. എന്തോ അതിനുശേഷം ഞാൻ ഗർഭം ധരിച്ചിട്ടില്ല. ആ മോഹം അങ്ങനെ തളർന്നു പോയി. ചേട്ടൻ എന്നെ കുടിച്ചിരിക്കല്ലേ? ഏയ്, ഞാൻ കുടിച്ചിട്ടൊന്നും. പിന്നെന്തേ നടന്നത്? അരിഷ്ടം, ദശമൂല അരിഷ്ടം. എന്താ ഇത്? ചേട്ടനൊക്കെ കുടിച്ചിട്ട് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ അത് വിശ്വസിക്കണം. Do you understand? ഹലോ, നോ, റോങ് നമ്പർ. Hello? Yes? 231 here?